നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്താകെ മഴയാണ്, മഴ കനക്കുകയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ ആശങ്കയായി ഷിഗല്ല രോഗവും പടരുകയാണ്. സർക്കാർ പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും കൃത്യമായി തന്നെ പാലിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാലവർഷം കനക്കുന്നു, കെടുതി രൂക്ഷം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ഷിഗല്ല വ്യാപനത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വയനാട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ജില്ലയിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരം. കോഴിക്കോട് ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാകാതെ അന്വേഷണ സംഘം. റിപ്പോർട്ട് വൈകാൻ കാരണം മൊഴി നൽകാൻ ബന്ധുക്കൾ എത്താത്തതിനാലാണെന്ന് വിശദീകരണം. അന്വേഷണ സമിതിയിൽ നിന്ന് പിന്മാറി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ പിണറായി വിജയന്റെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് 3 ദിവസം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ. മോദി സർക്കാരിന് ഇന്ന് 12 വയസ്സ്. 12 വർഷങ്ങൾ 12 നേട്ടങ്ങൾ എന്ന മുദ്രാവാക്യവുമായി 1 മാസത്തെ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ച് BJP. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന സമ്പദ് വ്യവസ്ഥയായി രാജ്യത്തെ നിലനിർത്താൻ സാധിച്ചത് സർക്കാരിന്റെ നേട്ടമെന്ന് വിലയിരുത്തൽ. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ അടക്കമുള്ളവർക്ക് ആശ്വാസം. ട്രംപിന് തിരിച്ചടി. H-1B വിസ ഫീസ് വർധന റദ്ദാക്കി US കോടതി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലികമായവ ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിയെന്ന ഇറാനും ഇസ്രായേലും. വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടിയെന്ന ഇരു രാജ്യങ്ങളുടെയും മുന്നറിയിപ്പ്. മഴയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. 3 വടക്കൻ ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് അനഘ ചേരുന്നുണ്ട്. അനഘ, ഗുഡ് മോർണിംഗ്. ആകെ പെരുമഴയാണ്. മൊത്തത്തിൽ ജനങ്ങളാകെ ആശങ്കയിലുമാണ്. ഇന്നത്തെ ഒരു അലേർട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളുമൊക്കെ എങ്ങനെയാണ്? 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മദ്രസകളും മറ്റ് ട്യൂഷൻ സെന്ററുകളും അംഗനവാടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ 3 ജില്ലകളിലും ഈ വടക്കൻ ജില്ലകളിൽ പൊതുവെ മഴ ശക്തമാണ്. ഇന്നലെ രാത്രിയോടെ ഒരു ചാറ്റൽ മഴയടക്കം ജില്ലകളിൽ ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയോടെ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും കുറ്റ്യാടി, കാരാപ്പുഴ, അതുപോലെ തന്നെ പഴശ്ശി ഡാമുകൾ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിൽ ഇന്ന് ഈ 3 അണക്കെട്ടുകളിലും നിലവിൽ യെല്ലോ അലേർട്ടാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും മലയോര മേഖലകളിലേക്കടക്കം ഇത്തരത്തിൽ രാത്രിയാത്രാ നിരോധനം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഈ വിലങ്ങാട് മേഖലകളിലേക്കടക്കം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഇത്തരത്തിൽ രാത്രിയാത്രയ്ക്ക് നിരോധനമുണ്ട്. ഇവിടങ്ങളിലുള്ള ആളുകളെ എല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ അതിതീവ്രമായ മഴ തന്നെയാണ് ഈ വടക്കൻ ജില്ലകളിൽ പൊതുവെ ലഭിക്കുന്നത്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. ഇന്ന് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുതൽ ട്രോളിംഗ് ആരംഭിക്കുകയാണ്. ഏതായാലും നിലവിൽ പല ജില്ലകളിലും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ്. പക്ഷേ എവിടെയും വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരി അനഘ, എന്തായാലും എല്ലാവരും മഴ മുന്നറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അനഘ. എന്തായാലും മഴക്കാലം ആരംഭിച്ചതോടെ തന്നെ പലയിടത്തും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വക്കിലാണ്. തുടർച്ചയായി മഴ പെയ്യുന്നില്ലെങ്കിലും ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ആറുകളിലും തോടുകളിലും മണൽ വാരൽ നിലച്ചതോടെ ചെളി അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നതാണ് 2 ദിവസം മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമെന്ന് പടിഞ്ഞാറൻ നിവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്.
2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടങ്ങളിലും വെള്ളം കയറും. കോട്ടയം നഗരസഭയിലെയും തിരുവാർപ്പ്, കുമരകം, ഐമനം പഞ്ചായത്തുകളിലെയും വിവിധ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. ഓരോ വർഷവും വെള്ളപ്പൊക്കത്തിന്റെ എണ്ണം കൂടി വരികയാണ്. പടിഞ്ഞാറൻ നിവാസികൾക്ക് വെള്ളത്തെ ഭയമില്ലെങ്കിലും ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി മാറും. അതെ, വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം കയറുന്നതാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ വിട്ടു പോകാനായിട്ട് തയ്യാറാകുന്നില്ല. 3-4 പ്രാവശ്യം വീട് കഴുകി എടുക്കും. പിറ്റേ ദിവസം എല്ലാം കഴുകി വൃത്തിയാക്കിയതെല്ലാം വീണ്ടും വെള്ളം കയറും. എല്ലാവരും തന്നെ വീട് ഓരോ വർഷം കഴിയുന്നവരും പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പൊളിച്ചു പൊടിക്കുന്നുണ്ട്, അല്ല എല്ലാം പൊക്കി വെക്കുക എല്ലാവരും. പെയ്ത്ത് വെള്ളത്തേക്കാൾ കിഴക്കൻ വെള്ളമാണ് പടിഞ്ഞാറൻ നിവാസികൾക്ക് ദുരിതമാകുന്നത്. കിഴക്കൻ വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തുന്ന മണ്ണും ചെളിയും അടിഞ്ഞ് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ജലാശയങ്ങളുടെ ആഴം കുറഞ്ഞു. മുമ്പ് മണൽവാരൽ മൂലം ജലാശയങ്ങൾ നികന്നു പോകുന്നത് ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിരുന്നു. മണൽവാരൽ നിരോധിക്കപ്പെടുകയും ജലാശയങ്ങളിലെ ചെളി കോരി നീക്കാൻ നടപടി ഉണ്ടാകാതെ വരികയും ചെയ്തതോടെ മഴക്കാലത്ത് ആറുകൾ കരകവിഞ്ഞൊഴുകുന്നത് സാധാരണമായി മാറി. ഈ മണലുവാരും എക്കലുവാരും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് താഴ്ന്നു കിടക്കുന്ന വെള്ളത്തിന് ഒഴിവുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. ഈ മണൽവാരി നിരോധിച്ചതോടുകൂടി തന്നെ ഈ വെള്ളക്കെട്ട് കൂടുതലായി. അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് ലെവലിൽ അതൊക്കെ നടക്കുകയുള്ളൂ. അതിൻ്റെ യന്ത്രവൽക്കരണ സംവിധാനത്തിലൂടെയൊക്കെ ഇത് നീർച്ചാൽ താത്തു കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ആറുകളുടെയും തോടുകളുടെയും ആഴം കൂട്ടാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്നാണ് പടിഞ്ഞാറൻ നിവാസികളുടെ ആവശ്യം. ജലാശയങ്ങളിൽ നിന്നും കോരിയെടുക്കുന്ന മണ്ണും ചെളിയും റോഡുകളും പാടങ്ങളുടെ പുറംബണ്ടുകളും നിർമ്മിക്കുന്നതിന് പ്രയോജനകരമാകും. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിന് പകരം വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണ്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ കടലിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുമുള്ള നിയന്ത്രണം ജൂലൈ അവസാനം വരെ ഉണ്ടാകും. 52 ദിവസത്തേക്കാണ് ട്രോളർ ബോട്ടുകൾക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് വിലക്കുള്ളത്. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കില്ല. മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനനത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനുമായാണ് സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകൾക്കുമാണ് ഈ കാലയളവിൽ കടലിൽ പോകുന്നതിന് വിലക്കുള്ളത്. ട്രോളിംഗ് വഴി കടലിന്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥകൾക്ക് നാശമുണ്ടാകുന്നതും ചെറുമീനുകൾ ഉൾപ്പെടെ വലിയ തോതിൽ മത്സ്യങ്ങൾ പിടിക്കപ്പെടുന്നതും മത്സ്യസമ്പത്തിന് തിരിച്ചടിയാകുന്നുവെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് നിബന്ധനകൾക്ക് വിധേയമായി മത്സ്യബന്ധനത്തിന് അനുമതി. ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഫിഷിംഗ് ബാനാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിൽ മാത്രം അത് 3500ഓളം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇവിടുത്തെ മത്സ്യസമ്പത്തൊന്നും സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് നമ്മളെ മത്സ്യലഭ്യതയുടെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തായിരുന്ന നമ്മളിന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അനധികൃത മത്സ്യബന്ധനം തടയാനും സുരക്ഷ ഉറപ്പാക്കാനും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണവും കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും. അതേസമയം ട്രോളിംഗ് നിരോധനം മൂലം ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും വരുമാന നഷ്ടമുണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ധനസഹായവും ക്ഷേമ പദ്ധതികളുമാണ് പ്രതീക്ഷ. പക്ഷേ അവയൊന്നും കൃത്യമായി കിട്ടാറില്ലെന്ന പരാതിയും ഉയരുന്നു. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ട്രോളിംഗ് നിരോധനം അനിവാര്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും നിരോധന കാലത്ത് തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കാൻ കൂടുതൽ സഹായ പദ്ധതികൾ വേണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. ഈ പരാതികൾക്കും ആവശ്യങ്ങൾക്കും നടുവിൽ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തിനായുള്ള ട്രോളിംഗ് നിരോധനം കടലിന് ആശ്വാസമാകുമ്പോൾ തീരദേശ കുടുംബങ്ങൾക്ക് അത് വറുതിയുടെ ദിനങ്ങളായി മാറും. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ഷിഗല്ല രോഗവ്യാപനം ഇങ്ങനെ കൂടുകയാണ്. ആശങ്കയിലാണിപ്പോൾ വയനാടും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഇതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തുന്നുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനഘ ഒരിക്കൽ കൂടി ചേരുകയാണ്. അനഘ, ഈ പറഞ്ഞതുപോലെ രോഗം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇപ്പോൾ വയനാടും ആശങ്കയിലാണ്. കുട്ടികളുടെ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ചികിത്സയിലുള്ള? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഷിഗല്ലയുടെ സ്ഥിരീകരണം വന്നത്. 2 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. 339 പേർ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സുൽത്താൻ ബത്തേരിയിലെ കോളിയാടി AUP സ്കൂളിലെ
300-ലധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വയറിളക്കവും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും നേരിട്ടതിനെ തുടർന്ന് ഈ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയത്. ഇവരെല്ലാം തന്നെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലും ബത്തേരിയിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി അടക്കം ചികിത്സയിൽ തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇവരുടെ സാമ്പിളുകൾ ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ആലപ്പുഴയിലേക്കും അടക്കം അയച്ചത്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച 21 സാമ്പിളുകളുടെ റിസൾട്ടാണ് ഇന്നലെ വന്നത്. ഇതിലാണ് 2 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഏതായാലും 19 സാമ്പിളുകളുടെ റിസൾട്ട് കൂടി നിലവിൽ ലഭിക്കുവാനുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. വിദ്യാർത്ഥികൾക്കുള്ള രോഗബാധ അത്ര ഗുരുതരം അല്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പും മറ്റ് അധികൃതരും നൽകുന്ന വിശദീകരണം. ഏതായാലും ജില്ലാ കളക്ടർ, DMO അടക്കമുള്ളവർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ കൃഷിവകുപ്പ് മന്ത്രിയും കൽപ്പറ്റയിലെ MLA കൂടിയായിട്ടുള്ള T. സിദ്ദിഖ് ഇന്ന് 9:30 സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലെത്തി ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളെ കാണും എന്നാണ് അറിഞ്ഞത്. ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്. അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ പരിപാടികൾക്ക് ശേഷം K. മുരളീധരൻ വയനാട്ടിലെത്തി ഷിഗല്ല രോഗബാധിതരായ വിദ്യാർത്ഥികളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികൾക്ക് 2 കുട്ടികൾക്കാണ് നിലവിൽ ഷിഗല്ല രോഗം ബാധിച്ചത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അറിയുന്നത്. ഏതായാലും 339-ലധികം കുട്ടികൾ ഇത്തരത്തിൽ രോഗബാധിതരായി ചികിത്സയിൽ തുടരുകയാണ്. ഈ ഷിഗല്ല രോഗം ബാധിച്ച കുട്ടികളുടെ സഹോദരങ്ങൾ അടക്കം മറ്റ് പല വിദ്യാലയങ്ങളിലും പഠിക്കുന്നുണ്ട്. മാതാപിതാക്കളടക്കം പല സ്ഥലങ്ങളിലടക്കം ജോലി ചെയ്യുന്നവരായിരിക്കും. ഇത്തരത്തിൽ ഇവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ഒരു സമ്പർക്ക പട്ടികയിലാക്കി ഒരു റിപ്പോർട്ടുകളടക്കം തയ്യാറാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗം ബാധിച്ച് ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. 2 കുട്ടികളും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഏതായാലും വയനാട് ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അനഘ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. ഈ സമയത്ത് നമ്മൾ പാലിക്കേണ്ടത് മുന്നറിയിപ്പുകൾ കൃത്യമായി, അത് നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക, ഒപ്പം തന്നെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചു എന്ന ആരോപണത്തിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാനാകാതെ അന്വേഷണ സംഘം. മൊഴി നൽകാൻ ബന്ധുക്കൾ എത്താൻ വൈകുന്നതിനാലാണ് അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത് എന്നാണ് ഔദ്യോഗികമായി നൽകുന്ന ഒരു വിശദീകരണം. അതേസമയം 3-അംഗ അന്വേഷണ സംഘത്തിലെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി അന്വേഷണ സമിതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ചികിത്സാ പിഴവിനെ തുടർന്ന് വാണിമേൽ സ്വദേശി റീജിത്ത് മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. 48 മണിക്കൂറിനകം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി, സർജറി പ്രൊഫസർ ഡോക്ടർ രാജൻകുമാർ, മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷാജിത്ത് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉള്ളത്. എന്നാൽ ഡോക്ടർ രഞ്ജിനി അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പകരം പുതിയ ആളെ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല. റീജിത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവാൻ സാധിക്കാത്തതെന്നാണ് കുടുംബവും നൽകുന്ന വിശദീകരണം. ഇതോടെ 48 മണിക്കൂറിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. ഇടതുവൃക്കയ്ക്ക് പകരം വലതുവൃക്കയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയതാണ് വാണിമേൽ സ്വദേശി റീജിത്ത് മരിക്കാൻ കാരണമായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 2025 ഓഗസ്റ്റിലാണ് റീജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഓഗസ്റ്റ് 6-ന് കീഹോൾ ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കി. എന്നാൽ ഇടതുഭാഗത്തിന് പകരം വലതുഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും പിന്നീട് ആരോഗ്യനില വഷളായി എന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. 2026 മെയ് 18-ന് റീജിത്തിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശത്തിനും വൃക്കകൾക്കുമുണ്ടായ അണുബാധയെ തുടർന്ന് ICUവിൽ കഴിയവെയായിരുന്നു റീജിത്തിന്റെ മരണം. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പോലീസ് എന്നിവർക്ക് ബന്ധുക്കൾ പരാതിയും നൽകി. അന്വേഷണത്തിന് നേതൃത്വം നൽകേണ്ട ഡോക്ടർ രഞ്ജിനി അന്വേഷണ സംഘത്തിൽ നിന്നും പിന്മാറിയതോടെ സംഘത്തിലേക്ക് പുതിയ ആളെ ചേർക്കുമോ അതോ ശേഷിക്കുന്ന 2-അംഗ സംഘമാണോ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നവകേരള ബസ്സിന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്ന 5 പേർ നൽകിയ ഹർജിയിലാണ് ഇന്ന് കോടതി വിധി പ്രസ്താവിക്കുക. അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ 5 പേര് ഇപ്പോൾ ഒളിവിലാണ്. അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്തായാലും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇന്ന് അറിയാമല്ലേ?
ശ്രീജ, തീർച്ചയായും ഷമീന, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത് തന്നെയാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ കേസ് പരിഗണിച്ചത്. ആ 3 ഘട്ടങ്ങളിലും വലിയ വിമർശനം SITക്കും പ്രോസിക്യൂഷനും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇവരെ വിമർശിച്ചത്. ഏറ്റവും ഒടുവിൽ കേസ് പരിഗണിച്ച ഘട്ടത്തിലും കോടതി ചോദിച്ച ചോദ്യം, കോടതിയിൽ ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് മുമ്പ്, കോടതി പരിശോധിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്, അതിൽ SITക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക താല്പര്യമുണ്ടോ എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വളരെ വിശദമായി തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ, ഇവരെ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മണിക്കൂറുകളെടുത്താണ് കോടതി പരിശോധിച്ചത്. പരിശോധിച്ച ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ആ നിലയിലേക്ക് ഗുരുതരമായ രീതിയിലൊരു പരിക്ക് ഏൽക്കുന്ന തരത്തിലേക്ക് ഇവരെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ മർദ്ദനമേൽക്കുന്ന സമയത്ത്, അടി കൊണ്ട സമയത്ത് അല്പം കുനിഞ്ഞതുകൊണ്ട് തലയിലാണ് ഈ ലാത്തിയുടെ അഗ്രഭാഗം പതിക്കുന്നത്. അത് മാരകമായൊരു അക്രമമല്ല. മറ്റൊന്ന്, ഈ തെളിവുകളുടെ അഭാവം സംബന്ധിച്ച് ശക്തമായ ഒരു വിമർശനവും കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. മതിയായ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷനും വാദി ഭാഗത്തിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഇവരെ ചികിത്സ തേടിയതിൻ്റെ റിപ്പോർട്ട്, വൂം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ വാദി ഭാഗത്തിനും ഒപ്പം പ്രോസിക്യൂഷനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിരീക്ഷണം മനസ്സിലാക്കിയാൽ തീർച്ചയായും ഈ ഗൺമാന്മാർക്ക് അനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാകുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ സമർപ്പിക്കുവാനുള്ള ഒരു താമസം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ കേസിൻ്റെ വിധി വരേണ്ടതാണ്. ആ ഒരു പരിഗണനയോട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തേക്കിന് ഈ വിധിക്ക് വേണ്ടി, കേസിന് വിധി പറയാൻ വേണ്ടി വൈകിപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാദിഭാഗം കൂടുതൽ രേഖകൾ കൂടി സമർപ്പിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ആ രേഖകൾ സമർപ്പിച്ചാൽ ആ രേഖകൾ ഇവരുടെ ജാമ്യം തള്ളാനുള്ള തക്ക ഒരു പവറുള്ള രേഖകളല്ല എങ്കിൽ തീർച്ചയായും ഇവരുടെ ജാമ്യ ഹർജിയിൽ, ജാമ്യ അപേക്ഷയിൽ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ജില്ലാ സെഷൻസ് മജിസ്ട്രേറ്റ് ഹണി എം വർഗീസ് ഒപ്പിടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്തായാലും മർദ്ദനമേറ്റ സംഭവത്തിൽ ആ നിലയിലേക്ക് ഗുരുതരമായിട്ടുള്ള ഒരു മർദ്ദനമായിരുന്നില്ല എന്നൊരു കണ്ടെത്തലിലാണ് ഏറ്റവും ഒടുവിൽ കോടതി എത്തി നിൽക്കുന്നതും. ഒപ്പം തന്നെ SITക്കും പ്രോസിക്യൂഷനും നിശ്ചിതമായിട്ടുള്ള വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ അത് ഇവർക്ക്, അതായത് ഈ ഗൺമാന്മാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഈ മജിസ്ട്രേറ്റ് ഒപ്പിടുമോ എന്നുള്ളതാണ് ഇനി ഏതാനും മണിക്കൂറുകളിൽ നാം കാത്തിരിക്കുന്നത്. ശ്രീജ, സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിച്ചതോടെ തിരിച്ചെത്തിയ B. അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. N. പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. IAS തലപ്പത്ത് മൊത്തത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ആ മാറ്റങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ IAS തലപ്പത്തെ അഴിച്ചുപണി എന്ന് പറയുന്നത് ശരിക്കും UDF സർക്കാർ അവരുടെ മുഖം മിനുക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ മുഖം സർക്കാരിന് നൽകുന്നു എന്നതിനെയാണ്, എന്ന നിലയ്ക്കാണ് നമുക്ക് ആ ഒരു സംഭവത്തെ വ്യാഖ്യാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ഈ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആകർഷകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് B. അശോകിന്റെയും ഒപ്പം തന്നെ N. പ്രശാന്തിന്റെയും നിയമനങ്ങൾ തന്നെയാണ്. അവർ സസ്പെൻഷനിലായിരുന്നു. പ്രശാന്ത് 3 വർഷത്തോളമായി സസ്പെൻഷനിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. 9 സസ്പെൻഷനുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ സർവീസിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് തന്നെ അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും B. അശോകാണ് ഉന്നത വിദ്യാഭ്യാസം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. എന്തായാലും തിരിച്ച് സർവീസിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഒരു മികച്ച, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടത്ത് തന്നെയായിരിക്കും പോസ്റ്റിംഗ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും ഒരു ധാരണ, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെതിരെ ഈ ലിസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ SFI ആണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. B. അശോകിനെതിരെയാണ് അവർ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ അത് BJP 3 MLA-മാരെ വെച്ച് സംസ്ഥാനം ഭരിക്കുന്നു, അതിന്റെ ഉദാഹരണമാണ് ഈ ഒരു നിയമനം എന്നുള്ളതായിരുന്നു SFIയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ആ നിലയ്ക്കാണ് അവർ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതും. ഒപ്പം തന്നെ B. അശോക് അദ്ദേഹം ഒരു BJP അനുയായിയാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്കാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ SFIയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ മാറ്റി നിർത്തലുകൾ, നിരവധിയായിട്ടുള്ള നടപടികളൊക്കെ തന്നെ
പേരിട്ട 2 ഉദ്യോഗസ്ഥരെയാണ് ഈ പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുള്ള ആ തീരുമാനങ്ങളെ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് UD സർക്കാർ ഈ ഒരു തീരുമാനങ്ങളും നയങ്ങളും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഒരു നയം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന IPS തലപ്പത്തെ അഴിച്ചുപണികൾ തന്നെയാണ്. IAS തലപ്പത്തെ അഴിച്ചുപണിക്ക് തൊട്ട് പിന്നാലെ തന്നെ IPS തലപ്പത്തും വളരെ വേഗം തന്നെ ഈ അഴിച്ചുപണികൾ ഉണ്ടാകും. അതിൽ പ്രധാനമായും ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്നും പ്രധാനപ്പെട്ട ADGP ആയിട്ടുള്ള അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം മന്ത്രി തന്നെ നൽകുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളോടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഈ സർക്കാരിനും ഉണ്ട്. നിരവധിയായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് IPS തലപ്പത്തെ അഴിച്ചുപണി തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ, തീർച്ചയായും IAS തലപ്പത്തെ അഴിച്ചുപണിക്ക് പിന്നാലെ IPS തലപ്പത്തും അഴിച്ചുപണി വരാനിരിക്കുന്നു. എന്തായാലും V അശോകിൻ്റെയും അതുപോലെ N പ്രശാന്തിൻ്റെയും നിയമനം തന്നെയാണ് AB പറഞ്ഞതുപോലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തും. ഇന്നലെ രാവിലെയാണ് കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടത്. തിരുവള്ളൂർ ഉന്നതിയിൽ നിന്ന് മകനെ സ്കൂളിലേക്ക് അയക്കാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. MC ബോബൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബോബൻ, കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു, കുടുംബത്തിന് ആവശ്യമായ സഹായം ഉറപ്പാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിന് പിന്നാലെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സമ്മതിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ശ്രീജ, ഇന്നലെയാണ് കാട്ടാന ആക്രമണത്തിൽ സൂര്യനെല്ലി സ്വദേശിയായ മാരി കൊല്ലപ്പെട്ടത്. രാവിലെ തന്നെ ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ല എന്ന നിലപാടാണ് ബന്ധുക്കളും നാട്ടുകാരും സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഇവർക്ക് 2 കുട്ടികൾ മാത്രമാണുള്ളത്. മാരിയുടെ ഭർത്താവ് മുമ്പ് തന്നെ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, ഈ കുട്ടികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം, ഇവരുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിച്ചിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. 2 കുട്ടികളുടെയും വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാര തുക ഇന്ന് തന്നെ കൈമാറാം എന്നും MLAയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ തീരുമാനമായിരുന്നു. ഇതേ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കാൻ ബന്ധുക്കൾ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ നഷ്ടപരിഹാര തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, ഇത് നടപ്പായില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. എന്നാൽ നഷ്ടപരിഹാര തുക രാവിലെ തന്നെ കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. ശ്രീജ. ശരി ബോബൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ അന്വേഷണ സംഘം അത് അവസാന ഘട്ടത്തിലാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അന്വേഷണം തൃപ്തികരമാണെന്നൊക്കെയാണ് കോടതി പറഞ്ഞത്. അപ്പോൾ കേസൊക്കെ അങ്ങനെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. കാര്യങ്ങൾ അപ്പോൾ ഏതുവരെയായി? സുപ്രഭാതം ശ്രീജ. അങ്ങനെ ആ വിവാദമായ കേസ്, സ്വർണ്ണക്കൊള്ള കേസ് വളരെ രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുകയും ചെയ്ത കേസ് അവസാന ഘട്ടത്തിലാണെന്ന് ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ 10 ദിവസം കൂടി സമയം വേണം, ചില പരിശോധനകൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതിനനുസരിച്ച് ഡിവിഷൻ ബെഞ്ച് രാജാ വിജയരാഘവനും KV ജയകുമാർ അടങ്ങുന്ന ബെഞ്ചാണ് 10 ദിവസം കൂടി, അതായത് പ്രഭാമണ്ഡലം, ഈ വിഗ്രഹത്തിന് പുറകിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പരിശോധനകളാണ് ഇനി നടക്കാൻ അനുമതി തേടിയിരിക്കുന്നത്. അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. നേരത്തെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ജംഷഡ്പൂരിലെ ലാബിൽ പൂർത്തിയാക്കിയിരുന്നു. ഇലക്ട്രോലൈറ്റ് പ്രോസസ് വഴി, അതായത് സ്ട്രിപ്പിംഗ്
പിങ്ക് സോൾട്ട് എന്നുള്ള ഒരു പരിശോധന വഴിയാണ് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള പരിശോധന നടത്തിയിരിക്കുന്നത്. 4 മാസം മുമ്പാണ് അതിനുവേണ്ടി സാമ്പിളുകൾ നൽകിയത്. അപ്പോൾ നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് ഈ പാളികൾ അഴിച്ചുകൊണ്ട് പോയിട്ടില്ല, അതിന് മുകളിൽ പൂശിയിരിക്കുന്ന സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. അത് എത്രത്തോളം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. അത് അധികം താമസിയാതെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു കണക്കുകൾ ലഭ്യമാകും. ഒപ്പം തന്നെ ഈ പ്രഭാമണ്ഡലത്തിലെ പരിശോധനകൾ പൂർത്തിയാക്കാൻ 10 ദിവസം കൂടി അനുമതി നൽകിയിട്ടുണ്ട്. ഈ ഒരു പരിശോധന അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കിയ ശേഷം വലിയ താമസം കൂടാതെ ഏതാണ്ട് ഒരു 10-14 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും. എന്നാലും ഉടൻ തന്നെ സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൽകും. ഒപ്പം തന്നെ 2025 PS പ്രശാന്ത് ഈ ചുമതലയേറ്റ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നടത്തിയപ്പോൾ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ കൂട്ടത്തിൽ പരിശോധനയിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ആ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പൂർണ്ണമായും ലഭ്യമായി കഴിഞ്ഞാൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമെന്നുള്ള വിവരമാണ് കോടതിയിൽ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശ്രീജ. തീർച്ചയായും ശ്രീജിത്ത്, ഏറെ വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മോദി സർക്കാരിന് ഇന്ന് 12 വയസ്സാവുകയാണ്. 2024 ജൂൺ 9 മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതത്തെ നിലനിർത്താൻ സാധിച്ചത് സർക്കാരിന്റെ നേട്ടമാണ്. ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകുമെന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മൂന്നാം മോദി സർക്കാർ തെളിയിച്ചു. 12 വർഷങ്ങൾ 12 നേട്ടങ്ങൾ എന്ന മുദ്രാവാക്യവുമായി BJP 1 മാസത്തെ പ്രചരണ പരിപാടിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്നു എന്ന റെക്കോർഡോടെയാണ് 2024 ജൂൺ 9 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേറിയത്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ രാജ്യത്തെ കരുത്തോടെ മുൻപോട്ട് നയിക്കുകയായിരുന്നു ലക്ഷ്യം. കൃഷിയും ചെറുകിട വ്യവസായവും മുതൽ പ്രതിരോധം, സാങ്കേതിക വിദ്യ വരെയുള്ള മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ 80 കോടിയിലധികം ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ തുടർന്നു. അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധിയിലും പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിലും ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം നിലനിർത്താൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച് ഭീഷണി ഉയർത്തിയപ്പോൾ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ മറ്റ് സാധ്യത കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യ നെഞ്ചുവിരിച്ചു നിന്നു. ഇന്ന് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ ശക്തികളുമായും ഒരുപോലെ സ്വതന്ത്ര വ്യാപാര കരാർ രൂപീകരിച്ചു. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി 2014 മുതൽ തന്നെ മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. ജമ്മുകാശ്മീരിൽ പഹൽഗാമിൽ നിരപരാധികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാനാകാത്ത മറുപടി ഭാരതം നൽകി. Today, from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times.
പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചത് മോദി സർക്കാരിന്റെ മികച്ച നയതന്ത്ര നീക്കമായാണ് വിലയിരുത്തുന്നത്. ദേശീയപാത റെയിൽവേ വികസനത്തിലും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു. ബഹിരാകാശ മേഖലയിലും ഇന്ത്യ മുന്നേറ്റം തുടരുകയാണ്. ഗഗൻയാൻ മനുഷ്യദൌത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കൊപ്പം സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയിൽ പുരോഗതി കൈവരിക്കാനായി. 2047 വികസിത ഭാരതിലേക്കുള്ള യാത്ര എന്ന ഒറ്റവാക്കിൽ നമുക്ക് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താം. അതിനുമപ്പുറം ദേശീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ഭീകരവാദത്തിന് അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ കയറി മറുപടി നൽകുമെന്നും 3ാം മോദി സർക്കാരും തെളിയിച്ചു. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. കൂടുതൽ വിമത എംപിമാർ ഇന്ന് ഡൽഹിയിൽ എത്തിയേക്കും. 28 തൃണമൂൽ എംപിമാർ 20 പേർ എൻഡിഎക്കൊപ്പം നിൽക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. കക്കോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിലാണ് 20 എംപിമാരും സ്പീക്കർക്ക് കത്ത് നൽകിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, MLA-മാർ സൃഷ്ടിച്ച പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ എംപിമാരും രംഗത്തെത്തിയിരിക്കുകയാണ്. പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യമൊക്കെ അവർ സ്പീക്കർക്ക് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ദീദിയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്, അല്ലേ? തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. കൂടുതൽ വിമത എംപിമാർ ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയേക്കും. 28 തൃണമൂൽ എംപിമാരിൽ 20 പേരാണ് ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയത്. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ MLA-മാർക്ക് പിന്നാലെ എംപിമാരും രംഗത്തെത്തിയതോടുകൂടി ദീദി ആകെ പെട്ടിരിക്കുകയാണല്ലേ? ശ്രീജ, തീർച്ചയായും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിട്ടതോടുകൂടി പാർട്ടിയുടെ നേതൃസ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയിലുള്ള നിയന്ത്രണം പൂർണ്ണമായും മമതാ ബാനർജിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ വിമത MLA-മാർ വിമത നീക്കം നടത്തി നിയമസഭയിൽ ഋതുപ്രതാ ബാനർജി പ്രതിപക്ഷ നേതാവായത് നമ്മൾ കണ്ടു. അവിടെ 60ഓളം MLA-മാരും വിമത നീക്കത്തിനൊപ്പമാണ് നിന്നത്. അതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമവും ബാധകമാകില്ലായിരുന്നു. അതിന് സമാനമായ നീക്കമാണ് നിലവിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ എംപിമാരും നടത്തിയിട്ടുള്ളത്. 28 എംപിമാരാണ് തൃണമൂലിന് ലോക്സഭയിലുള്ളത്. അതിൽ 20 എംപിമാരും ഇന്നലെ തന്നെ കക്കോലി ഘോഷ് ദസ്തദാറിന്റെ നേതൃത്വത്തിൽ സ്പീക്കർക്ക് കത്ത് നൽകി. ഞങ്ങൾ ഈ NDA ബ്ലോക്കിനൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം കൂടുതൽ എംപിമാർ ഈ വിമത നീക്കത്തിനൊപ്പം ചേരും എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ എംപിമാർ ഇന്ന് ഡൽഹിയിലെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നേതാക്കൾ വിമത നീക്കം നടത്തിയത്. അതിനപ്പുറത്തേക്ക് ചില മുതിർന്ന നേതാക്കൾ, രാജ്യസഭാ അംഗങ്ങൾ പാർട്ടി അംഗത്വം തന്നെ രാജിവെച്ച് മാറി നിൽക്കുകയും ചിലർ BJP-യിൽ ചേരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ബംഗാളിൽ അധികാരമുണ്ടായിരുന്നപ്പോൾ നേതാക്കളെ അടക്കി ഭരിച്ചിരുന്ന മമതാ ബാനർജിയെ വിട്ടുകൊണ്ട് MLA-മാർ വിമത നീക്കം നടത്തി ഇപ്പോൾ എംപിമാരുടെ വിമത നീക്കവും ശക്തമാവുകയാണ്. ശ്രീജ, തീർച്ചയായും എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ഡൽഹിയിൽ നടന്ന പ്രതിപക്ഷ സഖ്യ യോഗത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം. മുന്നണി മര്യാദ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും തിരിച്ചടിയുണ്ടാക്കിയതായി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശിച്ചിട്ടുണ്ട്. DMK അനുനയിപ്പിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. CPM-മായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ബംഗാളിൽ എന്തുകൊണ്ട് മമതാ സഖ്യത്തിന് തയ്യാറായില്ല എന്ന ചോദ്യവും രാഹുൽ യോഗത്തിൽ ഉയർത്തി. മമതാ ബാനർജി ഉൾപ്പെടെ 24 പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 2 മാസം കൂടുമ്പോൾ യോഗം ചേരാനും തീരുമാനമായി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ച വഞ്ചനയാണ് DMK പ്രതിപക്ഷ മുന്നണിയിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്നും DMK-യെ തിരികെ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളിൽ മുന്നണി മര്യാദ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം തിരിച്ചടിയുണ്ടാക്കിയതായി അഖിലേഷ് യാദവ്, തേജസ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശിച്ചു. എല്ലാ വിമർശനങ്ങളും ഉൾക്കൊള്ളുന്നതായും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏകോപനത്തിനായി 2 മാസം കൂടുമ്പോൾ യോഗം ചേരുമെന്നും അടുത്ത യോഗം ഹൈദരാബാദിലായിരിക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അറിയിച്ചു. इंडिया गठबंधन के सभी दल
प्रत्येक 2 माह में बैठक करेंगे। अगली बैठक अगस्त माह में हैदराबाद में आयोजित की जाएगी। 5वां मानसून सत्र के दौरान संसदीय समन्वय जारी रहेगा और प्रतिदिन प्रातःकाल माननीय नेता प्रतिपक्ष उनके कार्यालय में समन्वय बैठक आयोजित की जाएगी। നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുക, SIRൽ ചീഫ് ജസ്റ്റിസിന് കത്തയക്കുക തുടങ്ങി 5 വിഷയങ്ങളിൽ പൊതു തീരുമാനമെടുത്താണ് യോഗം അവസാനിപ്പിച്ചത്. DMKയും ആം ആദ്മിയും മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഇതുവരെ പ്രതിപക്ഷ സഖ്യത്തോട് അകലം പാലിച്ചിരുന്ന മമതാ ബാനർജി യോഗത്തിനെത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിദേശ വാർത്തകളിലേക്ക് പോവുകയാണ്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്കായുള്ള H-1B വിസകൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ $1,00,000 ഫീസ് US ഫെഡറൽ കോടതി റദ്ദാക്കി. US കോൺഗ്രസ് അനുമതി നൽകാത്ത നിയമവിരുദ്ധമായ നികുതിയാണിതെന്ന് കോടതി വിലയിരുത്തി. ഫെഡറൽ കുടിയേറ്റ നിയമപ്രകാരം തനിക്ക് ചുമത്താൻ അവകാശമുള്ള നിയമാനുസൃതമായ ഒരു സാമ്പത്തിക പിഴയാണ് ഈ ഫീസ് എന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഈ ഫീസ് പിഴയല്ല, മറിച്ചൊരു നികുതിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ളവരും 20 ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അറ്റോർണി ജനറൽമാരും നൽകിയ ഹർജികളിലാണ് വിധി. ഈ വിധി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും അവരെ നിയമിക്കുന്ന US കമ്പനികൾക്കും വലിയ ആശ്വാസമാണ്. പരസ്പരമുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇറാനും ഇസ്രായേൽ. അതേസമയം വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടിയെന്ന് ഇരു രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്നും ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരായ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. തങ്ങൾ സൈനിക നടപടികൾ നിർത്തിയതായി ഇറാന്റെ സായുധ സേന അറിയിച്ചതിനു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ലെബനൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഞായറാഴ്ച ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തത്. ഇതിനു മറുപടിയായി തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു. നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബ ഹസന്റെ മൊഴി രേഖപ്പെടുത്തും. കടവന്ത്ര സ്റ്റേഷനിൽ രാവിലെ ഹാജരാകാനാണ് നിർദ്ദേശം. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ടിനിക്കെതിരെ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും അൻസിബ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്റെ കുടുംബത്തെയും ടിനി വേട്ടയാടുന്നു. ടിനിയുടേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമാണെന്നും അൻസിബയുടെ പരാതിയിലുണ്ട്. ഇനി കുറച്ച് മുനിയറ രഹസ്യങ്ങളാണ്. ചരിത്രാതീത കാലത്തെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഇടങ്ങളാണ് മുനിയറകൾ. കോതമംഗലത്തെ പിണവൂർ കുടിയിലും മഹാശിലായുഗ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകളുണ്ട്. ഈ ശിലാസ്മാരകങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഭീമാകാരമായ കൽപ്പാളികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുനിയറകൾ ആരിലും അത്ഭുതം ജനിപ്പിക്കുന്ന നിർമ്മിതിയാണ്. കോതമംഗലം താലൂക്കിലെ പൂയംകുട്ടി വനമേഖലയോട് ചേർന്നുള്ള പിണവൂർകുടി ആദിവാസി ഗ്രാമത്തിലെ കുന്നിൻമുകളിലാണ് മുനിയറയുള്ളത്. പ്രത്യേകിച്ച് അടകുപാറ എന്ന് പറയുന്ന അപ്പുറത്ത് ഈ പിണവൂർകുടിക്ക് അടുത്ത് തന്നെ സ്ഥലത്ത് 10-ലധികം മുനിയറകൾ നശിപ്പിക്കപ്പെട്ട രീതിയിൽ കിടപ്പുണ്ട്. സാമൂഹിക ദ്രോഹികളുടെ ഇടപെടലുകളാണ് അത്തരം മുനിയറകൾ നശിക്കാൻ കാരണം. ഇപ്പോൾ മുനിയറകളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഇപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും ഇത് പഠന വിധേയമാക്കുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും പഠന വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ കൗതുകകരവും ആവേശകരവുമായ സന്ദർഭങ്ങളാണ് ഇത്തരം മുനിയറകൾ ഒരുക്കി കൊടുക്കുന്നത്. വലിയ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇവ പ്രധാനമായും പ്രാചീന ഗോത്രതലവന്മാരുടെയോ പ്രമുഖരുടെയോ ശവക്കല്ലറുകളായിരുന്നുവെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. എന്നാൽ മുനിമാർ തപസ്സിരുന്ന ഇടമാണെന്ന പ്രാദേശിക വിശ്വാസവും നിലവിലുണ്ട്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിരവധി മുനിയറകളാണ് നാശോന്മുഖമായി കിടക്കുന്നത്. പുരാവസ്തു എന്ന നിലയ്ക്ക് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പ്രാദേശിക പഞ്ചായത്തുകളോ സർക്കാരുകളോ ഒക്കെ ഇതിന് വിമുഖത കാണിക്കുകയാണ്. അപ്പോൾ ഈ പ്രാദേശിക തലത്തിൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ഇത് സംരക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. ചരിത്രത്തെയും വിശ്വാസങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന അപൂർവ സ്മാരകങ്ങളാണ് മുനിയറകൾ. പിണവൂർകുടിയിലെ മറ്റു മുനിയറകൾ ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവശേഷിച്ച മുനിയറകളെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ്.
ചരിത്ര ഗവേഷകരുടെയും പുരാവസ്തു പഠിതാക്കളുടെയും ശ്രദ്ധ അർഹിക്കുന്ന ഈ സ്മാരകം പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വലിയൊരു വിൽപ്പന വിപണിയെ വലിയ തോതിൽ ബാധിക്കുന്നുമുണ്ട്. ഇന്നും അവരുടെ നിലപാടുകൾ തന്നെയായിരിക്കും വിപണിയുടെ നീക്കത്തിൽ നിർണായകമാവുക. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. പല രീതിയിലും US ഇറാൻ തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുന്ന ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലുമായും ഇറാനുമായും സംഘർഷം നിർത്തണമെന്ന അഭ്യർത്ഥന US-ന്റെ ഭാഗത്തുണ്ടായത് ഇന്നലെ US വിപണികളിൽ നേരിയ മുന്നേറ്റത്തിന് വഴിവെച്ചിരുന്നു. ഇത് ഈ ഒരു നീക്കം സാധ്യമാവുകയാണെങ്കിൽ, സമാധാന കരാർ പുനഃസ്ഥാപിക്കാനാവുകയാണെങ്കിൽ എണ്ണ വിലയിൽ ഉണ്ടായേക്കാവുന്ന ഒരിടിവും ഒപ്പം തന്നെ ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതവുമെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വിപണിയിൽ ഇന്നലെ ഒരു നിക്ഷേപ താല്പര്യം ആഗോള വിപണികളുണ്ടായത്. എന്നാൽ നമ്മുടെ വിപണിയിൽ ഇപ്പോഴും വിൽപ്പന തുടരുക തന്നെയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പനയാണ് ഇന്നലെ വിപണിയെ നഷ്ടത്തിലേക്ക് നീക്കിയത്. മാത്രമല്ല ചില IT കമ്പനികളിൽ, വിപ്രോ പോലുള്ള IT കമ്പനികളിൽ ഇപ്പോഴും വിൽപ്പന തുടരുക തന്നെയാണ്. ഈ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ തുടരുന്നതാണ് ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് ഇപ്പോൾ വിഘാതമായി നിൽക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും ചില നിക്ഷേപത്തിലുള്ള ചില ഇളവുകൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഏക വഴി. അങ്ങനൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ വിപണിയെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അത് വൈകുന്നതും വലിയ തോതിൽ വിപണിയിലെ വിൽപ്പനയെ ബാധിക്കുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഈ രീതിയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ നിലവിലെ 23,100 എന്ന നിലവാരത്തിൽ നിന്ന് മുൻനിര സൂചിയായി നിഫ്റ്റി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 22,500 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. പ്രത്യേകിച്ചും വലിയ തോതിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ വിൽപ്പന തുടരുന്നത് തന്നെയാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ തന്നെയായിരിക്കും വിപണിയുടെ നീക്കത്തിൽ നിർണായകമാവുക. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. 23,500 എന്ന നിലവാരം തന്നെയായിരിക്കും മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. നന്ദി ദിലീപ്. എന്തായാലും കഴിഞ്ഞ 7 വർഷമായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരയിൽ ജീവിതം നയിക്കുന്ന പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിലെ രാമനെയും കുടുംബത്തെയുമാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ വീട് തകർന്ന ഇവർക്ക് പഞ്ചായത്ത് പുതിയ വീട് അനുവദിച്ചെങ്കിലും കരാറുകാരൻ്റെ വീഴ്ച കാരണം പണി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. വറുതിയും രോഗവും ഒക്കെ തളർത്തിയ ഈ 70-കാരനും കുടുംബവും ഇപ്പോൾ അടച്ചുറപ്പുള്ളൊരു മേൽക്കൂരയ്ക്കായിട്ട് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഏഴു വർഷം മുൻപാണ് കനത്ത പ്രകൃതിക്ഷോഭത്തിൽ കൈതപ്പറമ്പ് പൂവത്തിനാൽ തെക്കേക്കരയിൽ 80-കാരനായ രാമന്റെയും കുടുംബത്തിന്റെയും വീട് തകർന്നു പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് അന്ന് പഞ്ചായത്ത് പട്ടികജാതി ക്ഷേമ പദ്ധതി പ്രകാരം പുതിയ വീട് അനുവദിച്ചു. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന സന്തോഷത്തിൽ നിർമ്മാണവും തുടങ്ങി. ആദ്യ ഗഡുവായി ലഭിച്ച തുകയും കടം വാങ്ങിയ തുകയും ഉപയോഗിച്ച് വീടിന്റെ ഭിത്തികെട്ട് വരെ എത്തിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കാത്തുവെച്ചത്. ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഉടനെ വെച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കയ്യിൽ നിന്ന് കാശെല്ലാം മേടിച്ചിട്ട് പിന്നെ വീട് പണി പാതിയാക്കിയിട്ടിട്ട് അങ്ങ് പോയി. ഇത്രയും പോലും കെട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ ഇച്ചിരി കാശ് എടുത്തിട്ടാണ് ഇത്രയൊക്കെ ആക്കിയത്. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കി ഇട്ടതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നൊന്നും വീടൊന്നും കിട്ടത്തില്ല. കരാറുകാരൻ സ്ഥലം വിട്ടതോടെ വീടുപണി നിലച്ചു. നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പദ്ധതിയുടെ ബാക്കി ധനസഹായം ഇവർക്ക് ലഭിച്ചതുമില്ല. രാമന് പ്രായം ഇപ്പോൾ 80-നോടടുക്കുന്നു. രോഗബാധിതയായ ഭാര്യയും 2 പെൺമക്കളും മകനും ഉൾപ്പെടെ 5 പേരാണ് ഈ തകർന്ന കൂരയിൽ കഴിയുന്നത്. കൂലിവേലക്കാരനായ മൂത്ത മകൻ്റെ ചെറിയ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ബുദ്ധിമുട്ടാണെന്ന് പറയാനില്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. എങ്ങോട്ടും നടക്കാനും വയ്യ, കണ്ണും കാണും. അത് കഴിയുമ്പോൾ വലിയ ദുരിതം. ആരെങ്കിലും ഒന്ന് ചെയ്തു തന്ന് ഏറ്റവും ഭാഗ്യമാണെന്ന് പറയാം. അച്ഛനും കണ്ണൊന്നും കാണത്തില്ല. അല്ലെ ഈ പെരയുടെ വട്ടമുള്ള കറക്കേ ഉള്ളൂ ഇവർക്കൊക്കെ. വീട്ടിലോട്ടൊന്നും പോകണമെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തില്ല. രാത്രിയിലും പകലും എല്ലാം ആ പെരയ്ക്കകത്ത് അങ്ങ് ചേര കയറുവാണ്. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി താമസിപ്പിച്ചാൽ മതി. ഇതിനകത്തോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കയറി നമുക്ക് ഷീറ്റിട്ടായാലും എങ്ങനെയായാലും ഒരു വീട് റെഡിയാക്കി ഒന്ന് തന്നാൽ മതി എന്നുള്ളത്.
ഒരു തവണ ഫണ്ട് അനുവദിച്ചതിനാൽ ഇനി ഇതേ പദ്ധതിയിൽ വീണ്ടും അപേക്ഷിക്കാൻ ഇവർക്ക് നിയമപരമായി കഴിയില്ല. വീടിന്റെ ബാക്കി പണി പൂർത്തിയാക്കാൻ ലക്ഷങ്ങൾ വേണം. എന്നാൽ ഈ ദരിദ്ര കുടുംബത്തിന് അതിനുള്ള യാതൊരു മാർഗവുമില്ല. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ഭയത്തോടെയാണ് ഈ 5 അംഗ കുടുംബം താമസിക്കുന്നത്. അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം മാത്രമാണ് ഇവർക്കുള്ളത്. അതിനായി അധികാരികളോ സുമനസ്സുകളോ സഹായിക്കണം. ക്യാമറമാൻ രതീഷ് മാഡ്ബേശ്വരനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. ഈ കോരിച്ചൊരിയുന്ന മഴയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരയിൽ ദുരിതജീവിതം നയിക്കുന്ന ഇവരുടെ ഈ ഒരു ദുഃഖം സർക്കാർ കാണാതെ പോകരുത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കളഞ്ഞുപോയ പൊന്ന് അതിരപ്പള്ളി സ്വദേശി ഷാജി MGയുടെ കയ്യിൽ കിട്ടിയാൽ ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഷാജിക്ക് ലഭിച്ച 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ ലഭിച്ചു. ഇതുപോലെ മുൻപ് 3 പ്രാവശ്യം സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് മന്ത്രിയുടെയും MLAയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് കൈമാറാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ടെന്ന് അറിയിക്കുകയാണ് ഷാജി. കളഞ്ഞുപോയ സ്വർണം ഷാജിയുടെ കൈവശം വരുന്നത് ഇത് ആദ്യമായല്ല. കുട്ടമ്പുഴ പുഴയിൽ 1 മാസം മുമ്പ് നഷ്ടപ്പെട്ട 4.5 പവൻ വരുന്ന മാലയുടെ തിളക്കത്തിൽ ഷാജിയുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. സ്വർണത്തേക്കാൾ മൂല്യമുള്ള സത്യസന്ധതയുള്ള ഷാജിക്ക് അതൊരു പുതുമയായിരുന്നില്ല. 1 മാസം മുമ്പാണ് പള്ളിക്കര സ്വദേശി KG അനിൽകുമാറിന്റെ 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പുഴയിൽ നഷ്ടമാകുന്നത്. ഒരുപാട് തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല. നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ കുടുംബം ഉപേക്ഷിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അതിരപ്പള്ളി സ്വദേശി ഷാജി MGക്ക് പുഴയിൽ നിന്ന് മാല ലഭിച്ചു. സ്വർണ്ണാഭരണം കിട്ടിയ വിവരം മറച്ചുവെക്കാതെ ഉടമയെ തേടി ഷാജി ഇറങ്ങി. അന്വേഷണത്തിനൊടുവിൽ മാലയുടെ യഥാർത്ഥ ഉടമ അനിൽകുമാറാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് മന്ത്രി ഷിബു ബേബി ജോണിന്റെയും ഷിബു തെക്കുംപുറം MLAയുടെയും സാന്നിധ്യത്തിൽ മാല ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അനിൽകുമാറും കുടുംബവും. ഞങ്ങൾ കുട്ടമ്പുഴയിൽ ടൂർ വന്നതാണ്. അന്നേരം അവിടെ കുളിക്കാൻ ഇറങ്ങാൻ കടവിൻ്റെ അവിടെ പോയപ്പോൾ വണ്ടി ഒന്നും തള്ളി, വണ്ടിയിൽ കുളത്തി അങ്ങനെ ചാടിപ്പോയതാണ്. അത് 1 മാസമായി കൊടുത്തിട്ട്. കുട്ടമ്പ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഇവരെ അവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഇവർക്ക് പുഴയിൽ നിന്ന് കിട്ടി. സത്യസന്ധമായിട്ട് ഏൽപ്പിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള മാല സ്വന്തമാക്കാനുള്ള അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ സത്യസന്ധതയ്ക്ക് മൂല്യമിട്ട ഷാജി MG ഒരു സാധാരണക്കാരനാണ്. തടിപ്പണിയാണ് ഉപജീവന മാർഗം. എനിക്ക് ഇവിടെ റിസോർട്ടിൽ ഫംഗ്ഷന് വന്നപ്പോൾ എനിക്ക് പുഴയിൽ നിന്ന് സാധനം കിട്ടി. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാ പോയേ. അപ്പം അതുപോലെ ആളെ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആൾക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇല്ല, 3 മാല എനിക്ക് ഇത് കൂടാണ്ട് 3 മാല എനിക്ക് കിട്ടിയിട്ടുണ്ടായി. ഞാൻ അവിടെ വെറ്റലപ്പാറ പോലീസ് സ്റ്റേഷനിലും ചാലക്കുടിയിലും കൊടുത്തിട്ടുണ്ടായി. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇത് 4ാമത്തെ മാലയാണ്. സ്വർണത്തിന്റെ വില എത്ര തന്നെ വർദ്ധിച്ചാലും ഷാജിയെ പോലുള്ളവരുടെ സത്യസന്ധതയ്ക്ക് വിലയിടാൻ സ്വർണത്തിന് കഴിയില്ല. അമൃത ന്യൂസ്, കൊച്ചി. എന്തായാലും ഷാജിക്ക് കൈയടിക്കുകയാണ് എല്ലാവരും, ഒപ്പം ഞങ്ങളും. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് പറഞ്ഞൊരു വരിയുണ്ട്, അതിൽ സ്വർണത്തേക്കാൾ മൂല്യമുള്ള സത്യസന്ധതയുള്ള ഷാജി എന്ന്. അത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഒരു ദുരിത യാത്രയിലേക്കാണ് നമ്മളിനി പോകുന്നത്. വികസനത്തിൻ്റെ പേരിൽ ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുമ്പോൾ ജീവൻ പണയം വെച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തടിപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ദുരിത കാഴ്ചയാവുകയാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വണ്ടാനം കിഴക്ക് മുക്കയിൽ ആറ്റുതീരത്തെ നിരവധി കുടുംബങ്ങളാണ് പുറം ലോകത്തെത്താൻ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നത്. 10-5 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം തടിയും ഇരുമ്പും കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നിർമ്മിച്ചതാണ്. യാത്രാ ദുരിതം വളരെയേറെയുള്ള ഇവിടെ ഒരു നല്ല പാലം നിർമ്മിക്കാൻ നാളിതുവരെ മാറി മാറി വന്ന സർക്കാരുകൾക്കോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. തകർന്നടിഞ്ഞ പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് നാട്ടുകാർ സഞ്ചരിക്കുന്നത്. പാലത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന തടികൾ ദ്രവിച്ച അവസ്ഥയിലാണ്. ഇനി മഴ ശക്തമായാൽ ഏത് നിമിഷവും ഈ തടികൾ നിലം പതിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളും വലിയ ദുരിതത്തിലായി. കിടപ്പ് രോഗികളായവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. നമുക്കിത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഴക്കാലം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലും കുട്ടികളെ അക്കരെ കൊണ്ടുവരാൻ വലിയ പാടാണ്. പിന്നെ യാത്രാ സൗകര്യം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പാലം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സൗകര്യവും കുട്ടികൾക്കൊരു സേഫായിട്ട് അക്കരെ വരാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. സമീപത്തെ വെട്ടിക്കരി പാടശേഖരത്തെ നെൽകർഷകരും വലിയ ദുരിതത്തിലാണ്. ഇവിടെ കൊയ്ത്ത് യന്ത്രം എത്തിക്കാൻ ഇരട്ടിയിലധികം രൂപയാണ് ചിലവഴിക്കേണ്ടി വരുന്നത്. മുക്കയിൽ നിന്ന് ആറ്റുതീരം വരെയുള്ള 1 കിലോമീറ്ററോളം ചെറിയ വഴി മാത്രമാണുള്ളത്. നാടെങ്ങും റോഡായിട്ടും ഇവിടെ മാത്രം ഇപ്പോഴും നടവഴി മാത്രമാണുള്ളത്. പാടശേഖരത്തിൻ്റെ ചെളി നിറഞ്ഞ ബണ്ടാണ് യാത്രയ്ക്കുള്ള ഏക ആശ്രയം. മഴയായാൽ ബണ്ടിലൂടെയുള്ള യാത്രയും നടക്കില്ല. ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകി മടുത്തതല്ലാതെ ഫലമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പുതിയ MLAയും മന്ത്രിസഭയും ഒക്കെ വന്ന സാഹചര്യത്തിൽ പുതിയ പാലം കൂടി വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, ആലപ്പുഴ.
അഷ്ടമുടി കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിലുണ്ടായ വീഴ്ചയിൽ മാപ്പപേക്ഷയുമായി സംസ്ഥാന സർക്കാർ. പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് 2 മാസത്തെ അധിക സമയം തേടിയിട്ടുണ്ട്. എന്നാൽ കോടതി വിധിയോടുള്ള അനാദരവാണ് നടക്കുന്നത് എന്ന ആരോപണവുമായി ഹർജിക്കാരനും രംഗത്തെത്തിയിട്ടുണ്ട്. അഷ്ടമുടിക്കായലിന്റെ സംരക്ഷണത്തിനായി ഹൈക്കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിലുണ്ടായ കാലതാമസത്തിലെ കോടതിയലക്ഷ്യ കേസിലാണ് പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയെങ്കിലും ഭരണപരമായ കാലതാമസമാണ് നടപടികൾ വൈകാൻ കാരണമായതെന്നാണ് വിശദീകരണം. നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 2 മാസത്തെ അധിക സമയവും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഷ്ടമുടിക്കായൽ സംരക്ഷണത്തിന് കൃത്യമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 2025 ജൂലൈ 29 ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. കോടതി വിധി പ്രകാരം അഷ്ടമുടി വെറ്റ്ലാൻഡ് മാനേജ്മെന്റ് യൂണിറ്റ് കൊല്ലം ജില്ലാ കളക്ടർ ചെയർമാനായി രൂപീകരിച്ചു. ആദ്യ യോഗം ഈ വർഷം ഫെബ്രുവരിയിൽ നടന്നെങ്കിലും നാളിതുവരെ ഒരു ഓഫീസ് സംവിധാനം പോലും ഉണ്ടാക്കിയിട്ടില്ലെന്നും കേസിലെ വാദിയായ അഡ്വക്കേറ്റ് ബോറിസ് പോൾ പറഞ്ഞു. കായൽ കയ്യേറി ഭൂമിയാക്കിയത് ഏക്കറുകൾ കണക്കിനുള്ള സ്ഥലമാണ്. പിന്നെ അതുകൂടാതെ മലിനീകരണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാരകമായ മലിനീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് യൂണിറ്റ് സ്ഥാപിക്കാത്തത് കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. ഈ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും സത്യത്തിൽ ഇപ്പം നിലച്ചിരിക്കുകയാണ്. അഷ്ടമുടിക്കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കോടതിയലക്ഷ്യ കേസ് വ്യാഴാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പേരിൽ കൊല്ലം കോർപ്പറേഷന്റെ മുൻ ഭരണസമിതി 2020 മുതൽ 2025 വരെ അഷ്ടമുടിക്കായൽ സംരക്ഷണത്തിനായി ചിലവഴിച്ചത് 9 കോടിയിലധികം രൂപയാണ്. പൊതുജനാരോഗ്യത്തിന് ഗുരുതര ഭീഷണിയായ ആന്റിബയോട്ടിക് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യവും ഇവിടുത്തെ ജലത്തിൽ കണ്ടെത്തിയിരുന്നു. കായൽ നവീകരണത്തിനും മാലിന്യ നീക്കത്തിനുമായി വകയിരുത്തിയ തുക ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാത്തതിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ഫിഫ ലോകകപ്പിനെ വരവേൽക്കാൻ അപൂർവമായ ഫുട്ബോൾ പുസ്തകങ്ങളുടെ പ്രദർശനമൊരുക്കി ചരിത്രാധ്യാപകൻ MC വസിഷ്ഠ. മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിലാണ് ഫുട്ബോൾ ഗ്രന്ഥങ്ങളുടെ മാത്രം ഒരു പ്രദർശനം സംഘടിപ്പിച്ചത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹാരിസ് റഹ്മാനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ഫുട്ബോൾ ചരിത്ര പുസ്തകങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കാൽപന്തുകളിയെക്കുറിച്ച് ഏറ്റവും അധികം ലോകശ്രദ്ധ നേടിയ സന്ദീപ് മേനോന്റെ സേക്രഡ് ഗ്രൗണ്ട്സ്, വർണ്ണവിവേചനവും ഫുട്ബോളുമായുള്ള ബന്ധം വിശദീകരിക്കുന്ന അപ്പാർട്ട് ഡേ, ഫുട്ബോൾ ലോകത്തെ വിഖ്യാതരായ തത്വചിന്തകർ ഫുട്ബോളിനെ കുറിച്ചെഴുതിയ ഫിലോസഫി ഓഫ് ഫുട്ബോൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ പ്രദർശനത്തിലുണ്ട്. മലയാളികളും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും തമ്മിലുള്ള ഹൃദയബന്ധം വിശദമാക്കുന്ന 20ഓളം മലയാള പുസ്തകങ്ങളും പ്രദർശനത്തെ വേറിട്ടതാക്കുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ MC വസിഷ്ഠാണ് പ്രദർശനമൊരുക്കിയത്. ഈ പ്രദർശനത്തിനൊരു പ്രത്യേകത, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ടീമുകളാണ് ലാറ്റിൻ അമേരിക്കൻ ടീമുകളായ ബ്രസീലും അർജന്റീനയും. ഈ മലയാളത്തിൽ രചിക്കപ്പെട്ട മിക്ക ഫുട്ബോൾ ഗ്രന്ഥങ്ങളും മലയാളിയുടെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ പ്രേമം വ്യക്തമാക്കുന്നതാണ്. മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ചരിത്രം വിശദമാക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഫിലോസഫി ഓഫ് ഫുട്ബോൾ, സ്പെയിൻ ഇൻ ഇംഗ്ലണ്ട്, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന സ്പാനിഷ് ഫുട്ബോളേഴ്സ്, ഫുട്ബോൾ ആൻഡ് അപ്പാർത്തൈഡ്, പിന്നെ മലയാളിയായ സന്ദീപ് മേനോൻ്റെ സേക്രഡ് ഗ്രൗണ്ട്സ്, അങ്ങനെ വളരെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഫുട്ബോൾ ഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പ്രദർശനം. കോഴിക്കോട് സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി റിസർച്ച് സെന്ററും കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെയും സഹകരണത്തോടെ മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിൽ 2 ദിവസമാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. നമസ്കാരം.